ജനങ്ങൾ യൂറോപ്പിന്റെ ഉദാഹരണം നൽകാറുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇന്ത്യയും ചൈനയും ഇപ്പോൾ എത്രത്തോളം മലിനമാണോ അത്രത്തോളം തന്നെ മലിനമായിരുന്നു യൂറോപ്പും എന്നവർ പറയുന്നു. ഇന്നത്തെ ഗംഗയെ നോക്കൂ, 1950കളിലെ തേംസ് നദിയുടെ അവസ്ഥയെയും നോക്കൂ. വലിയ വ്യത്യാസമൊന്നുമില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ യൂറോപ്പ് ഭൗതികമായി കൂടുതൽ പുരോഗതി കൈവരിച്ചു. കൂടുതൽ ഭൗതിക വളർച്ചയാണ് മലിനീകരണത്തിനുള്ള പരിഹാരം എന്നതാണ് അവരുടെ യുക്തി. അതുകൊണ്ട് ഭൂമി ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ മറികടക്കണമെങ്കിൽ ഉപഭോഗം കുറയ്ക്കുകയല്ല, മറിച്ച് ഉപഭോഗം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടതെന്ന് അവർ പറയുന്നു. ഒരു ലോക്കൽ ഒപ്റ്റിമവും ഗ്ലോബൽ ഒപ്റ്റിമവും തമ്മിലുള്ള വ്യത്യാസമാണ് അവർ മറന്നുപോകുന്നത്. യൂറോപ്പ് ഇന്ന് ശുദ്ധമാണ്, ശരിയാണ്. എന്നാൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് എന്തു വില നൽകിക്കൊണ്ടാണത്? അതുകൊണ്ട് അത്തരത്തിലുള്ള യുക്തികൾ തെറ്റാണ്. ബാക്കിയുള്ള ലോകം അമേരിക്കയുടെയോ കാനഡയുടെയോ യൂറോപ്പിന്റെയോ ജപ്പാന്റെയോ മാനദണ്ഡങ്ങൾ പിന്തുടരാൻ തുടങ്ങിയാൽ നമ്മൾ നേരിടേണ്ടി വരിക വലിയ തോതിലുള്ള വിനാശകരമായ ദുരന്തങ്ങളായിരിക്കും.